എല്ലാവർക്കും നമസ്കാരം. മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSNLലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് സ്ഥിരജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNLലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ടെലികോം ആൻഡ് ഫിനാൻസ് ആണ്. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഇപ്പം നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏപ്രിൽ 15 വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. എക്സാം ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്. വേക്കൻസി നോക്കാം. സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ടെലികോം സ്ട്രീമിലേക്ക് 95 വേക്കൻസിയാണുള്ളത്. SC 14, ST 7, OBC 25, EWS 9, OBC അല്ലെങ്കിൽ OC 40, PWD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. ഇനി സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ഫിനാൻസ് സ്ട്രീമാണെങ്കിൽ 25 വേക്കൻസിയാണുള്ളത്. SC 4, ST 2, OBC 6, EWS 2, OBC ക്രിമിലിയർ ആണെങ്കിൽ 11. നേരത്തെ പറഞ്ഞ OBC നോൺ ക്രിമിലിയർ ആണ്, ഇത് ക്രിമിലിയർ ആണ്. PWD കാറ്റഗറിക്കും ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇനി ശമ്പളം എത്രയാണെന്ന് നോക്കാം. 24,900 മുതൽ 50,500 വരെയാണ് പെർ മന്ത് ശമ്പളം ലഭിക്കുന്നത്. നിയമനം ലഭിക്കുന്നവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. പ്രായപരിധി 21 മുതൽ 30 വയസ്സ് വരെയാണ്. ഇതുകൂടാതെ OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയും, PWD ആണെങ്കിൽ കാറ്റഗറി അനുസരിച്ച് 40, 43, 45 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ടെലികോം ഓപ്പറേഷൻ സ്ട്രീം ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഡിഗ്രിയാണ്. ഓർ ഇക്വലൻറ്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രി വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. റെഗുലർ ഫുൾ ടൈം ബേസിസിലുള്ള കോഴ്സ് ആയിരിക്കണം. ഇനി ഏതൊക്കെ ഡിസിപ്ലിനിലാണ് ഈ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇത് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ സ്ട്രീമുകളുടെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഫിനാൻസ് സ്ട്രീമിലേക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി CMA ആണ്. അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടെക്നിക്കൽ നോളജ് സെക്ഷൻസ് ആണ്. എക്സാം ക്വാളിഫൈ ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റിന് മുമ്പ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇനി എക്സാമിൻ്റെ സ്കീം സിലബസ് ഒക്കെ നോക്കാം. 180 മിനിറ്റാണ് എക്സാം വരുന്നത്. ടെലികോം സ്ട്രീം ആണെങ്കിൽ പാർട്ട് 1 കോമൺ ആണ്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 40 മാർക്ക്. പാർട്ട് 2 വരുന്നത് ടെക്നിക്കൽ ടെലികോം ടെസ്റ്റ് ആണ്, 160 മാർക്കിന്. ടോട്ടൽ 200 മാർക്കാണ്. ഫിനാൻസ് സ്ട്രീം ആണെങ്കിൽ പാർട്ട് 1 കോമൺ ആണ്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. പാർട്ട് 2 വരുന്നത് ടെക്നിക്കൽ ഫിനാൻസ് ടെസ്റ്റ് ആണ്, 160 മാർക്ക്. ടോട്ടൽ 200 മാർക്കാണ്. എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഈ സിലബസ് അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 5 വർഷമെങ്കിലും ഈ കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെലക്ട് ആവുന്ന എല്ലാവർക്കും 2 ഇയേഴ്സ് പ്രൊബേഷൻ ഉണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ BSNLൻ്റെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് സൈറ്റ് www.externalexam.bsnl.co.in. ഈ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. 2,500 രൂപയാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാം ഫീസായിട്ട് വരുന്നത്. SC ST PWD കാറ്റഗറി ആണെങ്കിൽ 1,250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതെന്ന് നോക്കാം.
മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നിങ്ങളൊരു റീസെൻ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയുടെ സ്കാൻഡ് കോപ്പി, സൈസ് 20 KB തൊട്ട് 50 KB വരെ ആകാവൂ. ഫോർമാറ്റ് JPG അല്ലെങ്കിൽ JPEG ആണ്. സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് ലൈക്ക് ആധാർ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ്, വോട്ടേഴ്സ് ID ഒക്കെ. പിന്നെ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ വാലിഡ് പ്രൂഫ് ഓഫ് റിസർവേഷൻ ഉണ്ടായിരിക്കണം. PWBD ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്ര ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ഇനി എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമാണ് എക്സാം സെൻറ്റർ ഉള്ളത്. എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ BSNL ഇപ്പോൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.